ഹലോ ഗൈസ്, അപ്പോൾ നമ്മ ഇന്ന് പോകുന്നത് കൂലി മൂവി കാണാൻ വേണ്ടിയിട്ടാണ്. കൂലി മൂവി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരുണ്ട്. അന്നേ ബുക്ക് ചെയ്ത് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ ഫിലിം ഫ്ലോപ്പാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിനി, എങ്ങനെ ആയിരിക്കും എന്നെല്ലാം ഇങ്ങനെയുള്ള ഡിസ്കഷനെല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തി. നമ്മൾ പയ്യന്നൂരിലെ അർച്ചന തിയേറ്ററിലാണ് പോയത്. പിന്നെ നമ്മൾ മാത്രമേ ഗേൾസ് ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ തോന്നുട്ടോ, കാരണം ബാക്കിയെല്ലാം ബോയ്സിന് 11 മണിയുടെ ഷോ ആയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മളവിടെ എത്തി. പിന്നെ ഈ സീനൊന്നും നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇതുവരെ, കാരണം നമ്മളിപ്പം കാമണിക്കൂർ ലേറ്റായിട്ടാണ് എത്തല്. പക്ഷേ ഇങ്ങനെ ക്യൂ എല്ലാം നിൽക്കേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീഡിയോ എടുക്കുക, ഞാൻ ഇങ്ങനെ നടക്കുന്നത് എൻ്റെ ബാക്കിലേ വാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ആളെ കാണുന്നില്ല. ഈ ചങ്ങായിയുടെ നെഞ്ചത്തെല്ലാം പോയിട്ടാണ് വീഡിയോ എടുത്തിന്. എന്തായാലും അതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ സീറ്റിലിരുന്നു. എല്ലാവർക്കും സീറ്റ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല, അതായത് അടുത്തടുത്ത് സീറ്റ് കിട്ടിയിട്ടില്ല. പിന്നെ രണ്ടാളെല്ലാം വെച്ചിട്ടിരുന്നു. പിന്നെ ഇതാണ് നമ്മളെ സുനിതേച്ചി അറിയാത്ത ആരുമില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞു, ഫ്ലാഷ് ഓഫ് ആക്ക്, ഫ്ലാഷ് അടിക്കലാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കൂക്കലും വിളിയുന്നുണ്ട്, അത് നിങ്ങൾ കേട്ടോ. ഇപ്പം കണ്ട ഒരു സീനിലാണ് കൂക്കലും വിളി കൂടുതലുണ്ടായി. പിന്നെ അതിന് ശേഷം ഫിലിമിൽ കൂക്കലും വിളിയിലും കുറവാണ്. പിന്നെ അഭിപ്രായം നിങ്ങൾ കേട്ടോ. റിജേട്ടാ, സിനിമ എങ്ങനെയുണ്ട്? തല്ലിപ്പൊളി എങ്ങനെയുണ്ട് സിനിമ? അപ്പു പിങ്കി പറ, ഫിലിം എന്നുണ്ട്? എല്ലിനൊരു ഫ്ലാഷ് ബാക്കിലാ ആദ്യ. ഇവരെല്ലാം അഭിപ്രായത്തിൽ ഇവരെന്ന് പണിയെടുത്ത കൂലി വെള്ളത്തിലായ പോലെ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, ആവറേജ് എന്നല്ല, എന്നാലും കണ്ടിരിക്കുക. പക്ഷേ ഇതിൻ്റെ അടുത്ത സീൻ എന്താണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്രയുള്ളൂ ചേട്ടാ.